തങ്ങളെ പുരോഹിതനാക്കാനല്ലേ ഈ മൗലവീദ് പറഞ്ഞത്? ഇദ്ദേഹത്തിന് ഇസ്ലാമിൽ വിശ്വാസമുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചോ സുഹൃത്തുക്കളെ. അതെ, ആളുകൾക്ക് തോന്നും ഇദ്ദേഹം കാന്തപുരത്തെ സൂചിപ്പിക്കുകയാണെന്ന്. പക്ഷേ അതിന്റെ പിന്നാലെ കേവല സാധാരണ മനുഷ്യനെന്ന് വിശ്വസിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിനെ പുരോഹിതനാക്കാനല്ലേ പുറപ്പെട്ടത്? എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹിനെ തീവ്രവാദിയാക്കാൻ വേണ്ടി ഒരു ചെറിയ വാക്ക്, അതേ കൈ രണ്ടും വെട്ടിപ്പോയാ പ്രശ്നമല്ല. കൈവെട്ടുന്ന ഏർപ്പാട് ആരുടേതാ മൗലവി? നിങ്ങൾ ലേഖനം എഴുതിയ പത്രം ആരതാ മൗലവി? അത് നിങ്ങൾ മുസ്ലിമീങ്ങളോട് പറ. എന്തെങ്കിലും പറഞ്ഞ് തടിയെടുക്കാൻ അഥവാ ആശയരംഗത്ത് ഖുർആൻ ഉദ്ധരിച്ച് ഞങ്ങൾ നേരിടുമ്പോ, ഹദീസ് ഉദ്ധരിച്ച് നേരിടുമ്പോ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പച്ചക്കള്ളം പറഞ്ഞ് നിങ്ങൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങുന്നത് അത് നിങ്ങളുടെ വിവരക്കേടാണ് കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ പ്രസ്ഥാനത്തെക്കുറിച്ച്, ഞങ്ങളെ നേതൃത്വത്തെക്കുറിച്ച് ഈ രാജ്യത്തുള്ള മുഴുവൻ മതക്കാർക്കും അറിയാം. ഞാനിപ്പോ ഇവിടെ പ്രസംഗിച്ചോട്ടിക്കോ മഗ്‌രിബിന് സ്റ്റേജുമ കയറി വന്നേരാ കുമാരനാ, ഇവിടെ കുറ്റ്യാടിയുള്ള കുമാരെ കയറി വന്ന്. അയാളെ കൂട്ടത്തിൽ ഒരാൾ, ഒരു സാധു മനുഷ്യർ സുഖമില്ലാണ്ടുണ്ട്, അദ്ദേഹത്തിന് സാമ്പത്തിക സഹായം ചെയ്യണം, ചികിത്സക്ക് എന്നുണ്ട്. ഇപ്പൊ ഇവിടെ വന്ന് ഞാനൊരു 10 കൊടുത്തു. നിങ്ങളെല്ലാം കണ്ടില്ല? അതാണ് ഞങ്ങളെ പ്രസ്ഥാനം കേട്ടോ. ബാളുകൊടുത്ത് അങ്ങനല്ല. അതാരാണ് നിങ്ങൾ തന്നെ ആലോചിച്ചു. ഈ മുന്നണി കൂട്ടുകെട്ടുണ്ടല്ലോ, ഈ കൂട്ടുകെട്ടില് ഇവർക്ക് ക്ലാസ് കൊടുത്തൊക്കെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി. ഈ സ്വപ്നം കണ്ടുകൂടാന്ന് പഠിപ്പിച്ചാരറിയോ? മുജാഹിദീങ്ങളാ. മുജാഹിദിന്റെ പ്രസിഡന്റ് ഒന്ന് കേൾപ്പിച്ചോട്ടെ. അയാൾ പറയുന്നത് സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരുടെ സ്വപ്നമല്ലാതെ ലോകത്തെ ആളുകൾക്ക് എന്ത് സ്വപ്നം കാണുന്നതിന് വിരോധി. ഇയാൾ നാളെ ഇനി അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് സ്വപ്നം കണ്ടു, എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ, ഞാനാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങിയാൽ എന്തൊക്കെയാണ് ഇയാൾ ഇങ്ങനെ സ്വപ്നം കാണുമെന്ന് പറയാൻ പറ്റും. സ്വപ്നത്തിന്റെ അംഗീകാരം കിട്ടാൻ വേണ്ടിയാണ് കാത്തുനിന്നതെന്നാണ് പറയുന്നത്. സ്വപ്നത്തിലുള്ള അംഗീകാരം കിട്ടാൻ കാത്തുനിന്നു എന്ന് പറഞ്ഞ് ആളെ വിമർശിക്കാണ് TP അബ്ദുള്ള കോയ മദനി. അത് കേട്ട് പഠിച്ചതായ എസ്കെക്കാര് ഈ ദേശീയാനെറ്റിലും അയാൾ പറഞ്ഞല്ലോ. എന്നാൽ സുഹൃത്തുക്കളെ തീർന്നില്ല. മുജാഹിദീങ്ങൾ തന്നെ സ്വപ്നം അംഗീകരിക്കുന്നതായി എനിക്ക് കേൾപ്പിക്കുന്നത്. ചിലത് അള്ളാഹു നമുക്ക് പ്രായം ചെന്നവർക്കൊക്കെ അറിയിച്ചു കൊടുക്കും. അതെന്താ അറിയോ? എന്താ? ഒരാദരവാ, ഒരു ബഹുമാനമാണ്. അത് നമ്മളെ കാര്യം നേടാനല്ല. ചിലപ്പോ കണ്ടില്ലേ ഉമ്മ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കണം. എന്താ ഉമ്മ നിങ്ങൾ 3 മണിക്ക് എഴുന്നേറ്റിരിക്കണം? ഒന്നുമില്ല. എന്തേ? ഒന്നുമില്ല, ഒരു ക്ഷീണം പോലെ. നമ്മളെ മക്കളൊക്കെ അല്ലേ ഇവിടെ, എല്ലാരും ഉണ്ടുമ്മ അവിടെ. പിന്നെന്തേ? ഒന്നുമില്ല. നമ്മൾ ആർക്കെങ്കിലും എന്തോ പറ്റിയണോ? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയണോ? അല്ല മങ്ങൾ കടന്നോളിമ്മ, കുറച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ വരും. റിയാദിലുള്ള 2ാമത്തെ മകൻ അപകടം പറ്റിയിട്ടുണ്ടെന്നൊരു വിവരമുണ്ട്. ഒന്നുമില്ല, അള്ളാഹുവിന്റെ ഒരു ആദരവാ, ബഹുമാന. 5 നേരം നിസ്കരിച്ചണേ, ആളുകളെ പൈസ തിന്നാത്ത മഞ്ഞയായിട്ട് ജീവിക്കണ ഒരു ഉമ്മാക്ക് അള്ളാന്റെ ആദരവ് കൊടുക്കണം. അതില്ല എന്നല്ല പറഞ്ഞത്. ഈ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു നഷ്ടം. അപ്പൊ അള്ളാന്റെ ആദരവായിട്ട് ചിലപ്പോ സ്വപ്നം കാണുമെന്ന് മുജാഹിദ് പോലെയുമാരി. ആ ആദരവ് ഷെയ്ഖ് അഹമ്മദ് മുഹമ്മദ് ഹസൻ ഖസ്റജിക്ക് കിട്ടൂല. കാരണം പെണ്ണല്ലാത്തോണ്ട്. വല്ലാത്ത കമ്പനി എന്നിട്ടോ. അപ്പോ മുജാഹിദീങ്ങളും സ്വപ്നത്തിൽ വിശ്വസിക്കും. ഇത് മദീനയും മസ്ജിദ് നബവിയും അബ്ദുൽ ഹഖ് സുല്ലമി ആമയും ഇത് പ്രസിദ്ധീകരിക്കുന്ന KNM ബുക്ക് സ്റ്റാൾ മുജാഹിദ് സെന്റർ കോഴിക്കോട് 2. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം. ഹിജ്റാബ്ദം 557 അന്ന് മദീനയുടെ സംരക്ഷണം നൂറുദ്ദീൻ അസ്സഈദ് മഹ്മൂദ് സംഗി രാജാവിനായിരുന്നു. വളരെ ധർമ്മനിഷ്ഠയോടെ ജീവിക്കുന്നവനായിരുന്നു അദ്ദേഹം. ഒരു ദിവസം തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം അല്പം ഉറങ്ങി. ആ ഉറക്കത്തിൽ പ്രവാചകനെ സ്വപ്നം കണ്ടു. അവിടുന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, പിൻഗലവർണ്ണമുള്ള ഈ 2 പേരിൽ നിന്ന് എന്നെ നീ രക്ഷിക്കുക. 2 ആളുടെ നേർക്ക് ചൂണ്ടിക്കൊണ്ടാണത്രേ പ്രവാചകൻ അങ്ങനെ പറഞ്ഞതായി അദ്ദേഹം സ്വപ്നം കണ്ടത്. ഭയന്നുകൊണ്ട് അദ്ദേഹം ഉണർന്നു. ഒതുവെടുത്ത് വീണ്ടും നമസ്കരിച്ച് കിടന്നുറങ്ങി. അപ്പോഴും ഇതേ സ്വപ്നം കണ്ടു. വീണ്ടും നമസ്കരിച്ച് ഉറങ്ങിയപ്പോഴും സ്വപ്നം ആവർത്തിച്ചു. അദ്ദേഹം ഉണർന്ന ഉടനെ തന്നെ തന്റെ സദ്വൃത്തനായ മന്ത്രി ജമാലുദ്ദീൻ മൗസലിയുടെ അടുത്തേക്ക് പോയി ഉണ്ടായ സംഭവം വിശദീകരിച്ചു. മന്ത്രി പറഞ്ഞു, ഒട്ടും താമസിക്കാതെ നമുക്ക് മദീനയിലേക്ക് പുറപ്പെടാം. സ്വപ്നദർശനം ആരോടും പറയരുത്.
രാത്രിയിൽ തന്നെ യാത്രക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തു. രാജാവും മന്ത്രിയും ഏതാനും വ്യക്തികളും മദീനയിലേക്ക് യാത്രയായി. ഓരോരുത്തരോടും സുൽത്താൻ മുമ്പിൽ വന്ന് പണം വാങ്ങാൻ ആവശ്യപ്പെട്ടു. വരുന്നവരെയൊക്കെ സുൽത്താൻ നിരീക്ഷിച്ചു. പ്രവാചകൻ ചൂണ്ടിക്കാണിച്ച സ്വഭാവമുള്ളവരുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിച്ചു. ആരിലും ആ സ്വഭാവം അദ്ദേഹം കണ്ടില്ല. എല്ലാവരും പണം വാങ്ങി തിരിച്ചുപോയി. അവസാനം ഇനി ആരെങ്കിലും ഇവിടെ പണം വാങ്ങാത്തവരായി ഉണ്ടോ എന്ന് സുൽത്താൻ ആരാഞ്ഞു. ജനങ്ങൾ പറഞ്ഞു, മഗ്രിബ് പ്രദേശത്ത് നിന്ന് വന്ന 2 പേരുണ്ട് ഇവിടെ. അവർ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കുകയില്ല. അവർ സമ്പന്നരും സച്ചരിതരുമാണ്. ധാരാളം ധർമ്മം ചെയ്യുന്നവരാണ് അവർ. ഇത് കേട്ടപ്പോൾ രാജാവിന്റെ മനസ്സ് കോരിത്തെരിച്ചു. അവരെ ഇവിടെ ഹാജരാക്കുവാൻ രാജാവ് കൽപ്പിച്ചു. അതാ പ്രവാചകൻ ചൂണ്ടിക്കാണിച്ച പിങ്കല വർണ്ണത്തിൽ 2 ആളുകൾ രാജാവിന്റെ മുമ്പിൽ നിൽക്കുന്നു. സത്യം തുറന്നു പറയാൻ രാജാവ് നിർബന്ധിച്ചു. അവരുടെ താമസ സ്ഥലം കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഈ സംഭാഷണാനന്തരം സുൽത്താൻ തനിയെ അവരുടെ വാസസ്ഥാനത്ത് ഒരു പരിശോധന നടത്തി. അവിടെ കിടന്നിരുന്ന ഒരു പായ ഉയർത്തി നോക്കി. അതാ ആഴത്തിൽ ഒരു കുഴി. ആ കുഴിയിൽ നിന്ന് പ്രവാചകന്റെ മുറിയിലേക്ക് എത്തുന്ന ഒരു തുരങ്കവും. അത് കണ്ട് ജനങ്ങളെല്ലാം ആശ്ചര്യഭരിതരായി. ആ 2 പേരെയും പ്രഹരിച്ചുകൊണ്ട് സത്യം തുറന്നു പറയാൻ നിർബന്ധിച്ചു. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. ഹാജിമാരുടെ വേഷത്തിൽ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചതാണ്. പ്രവാചകന്റെ ഭൗതിക ജഡം എടുത്തുകൊണ്ടുപോകാൻ തുരങ്കം നിർമ്മിക്കലാണ് ഞങ്ങളുടെ ചുമതല. രാത്രിയിൽ ഞങ്ങൾ ശബ്ദമുണ്ടാക്കാതെ അല്പാൽപമായി കുഴിക്കും. മണ്ണ് ഒരു കവറിലിട്ട് ബഖീ സന്ദർശിക്കുകയാണെന്ന് തോന്നിപ്പിക്കുമാറ് അവിടെ കൊണ്ടുപോയി കബറുകൾക്ക് മേലെ ഉപേക്ഷിക്കും. കുറെ നാളായി ഇത് തുടരുന്നു. തുരങ്കം പ്രവാചകന്റെ മുറിക്ക് സമീപത്തെത്തിയപ്പോൾ ആകാശത്തിൽ ഒരു മിന്നലും വിറയലും ഉണ്ടായി. ഇവിടുത്തെ മലകൾ തകരും പ്രകാരം ഒരു പ്രകമ്പനമുണ്ടായി. ആ രാത്രി പുലർന്ന സമയത്താണ് രാജാവും പരിവാരവും എത്തിയത്. അവർ ഇപ്രകാരം കുറ്റസമ്മതം നടത്തി സംഭവം വിവരിച്ചു. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ അള്ളാഹു തന്നെ അർഹനാക്കിയതോർത്ത് രാജാവിന്റെ കണ്ണിൽ നിന്നും കണ്ണീര് ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ഒരു ശിശുവിനെ പോലെ അദ്ദേഹം കരയാൻ തുടങ്ങി. അവർ 2 പേരുടെയും ഗളച്ഛേദം നടത്താൻ രാജകൽപ്പനയായി. രാജാവിന്റെ ഉത്തരവ് നടപ്പിലാക്കപ്പെട്ടു. പിന്നീട് രാജാവിന്റെ നിർദ്ദേശപ്രകാരം പ്രവാചകന്റെ മുറിക്കകത്ത് ആഴത്തിൽ കിടങ്ങുകീറി 3 ഖബറിനെയും ചുറ്റിയാണ് വെള്ളം കാണുന്നത് വരെ ആഴത്തിൽ കുഴിച്ചത്. ആ കിടങ്ങിൽ കട്ടിയിൽ ഈയം ഉരുക്കി ഒഴിച്ച് ഭദ്രമായ ഒരു ഭിത്തി നിർമ്മിച്ചു. തദനന്തരം രാജാവ് സ്വദേശത്തേക്ക് മടങ്ങി. ഈ പ്രവർത്തനം മുഖേന പ്രവാചകന്റെ ജഡം മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം എന്നേക്കുമായി പരാജയപ്പെട്ടു. മദീനയിലെ ഹറം ഷരീഫിൽ സുപ്രധാനങ്ങളായ ചില പൂർവിക സ്മാരകങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതിലൊന്ന് സഖീഫത്തുൽ അമീർ എന്നറിയപ്പെടുന്ന ഹാളാണ്. നൂറുദ്ദീൻ ഷഹീദ് ബസംഗി ഇവിടെയാണ് താമസിച്ചിരുന്നത്. ആ നാമധേയത്തിൽ തന്നെ ഇന്നും അതറിയപ്പെടുന്നു. രണ്ടാമത്തേത് സഖീഫത്തു ഷെയ്ഖി എന്നറിയപ്പെടുന്ന ഹാളാണ്. മസ്ജിദുൻ നബവിയിലെ ഖാദിയും മുഫ്തിയും വിശ്രുത പണ്ഡിതനുമായിരുന്നു ഷെയ്ഖി. മുഹമ്മദ് മുഹീദ്ദീൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെങ്കിലും നൂറുദ്ദീൻ ഷഹീദ് അദ്ദേഹത്തെ ഷെയ്ഖിസാദ എന്നാണ് വിളിച്ചിരുന്നത്. ഇദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലമാണ് സഖീഫത്തു ഷെയ്ഖി. ഈ മഹാൻ തഫ്സീറുൽ ബൈളാവിക്ക് ഒരു വിവരണം എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ സ്മാരകം ബാബുസലാമിനടുത്തുള്ള സഖീഫത്തുർ റസാസ് ആണ്. ഇവിടെ വെച്ചാണ് ഈയം ഉരുക്കി കിടങ്ങിൽ ഒഴിക്കാൻ പാകത്തിലാക്കിയിരുന്നത്. അതിനാലാണ് ഈ പേര് സിദ്ധിച്ചത്. ഈ 3 സ്മാരകങ്ങളും ഈ കിടങ്ങു നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്